ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് പൃഥു മഹാരാജാവിന് ലഭിച്ച ഭഗവത് ദർശനവും അനുഗ്രഹവും എന്നതിനെക്കുറിച്ചാണ്. മൈത്രേയ പറഞ്ഞു, പൃഥു യാഗം അവസാനിപ്പിച്ചപ്പോൾ വൈകുണ്ഠനാഥൻ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് മുമ്പിൽ പ്രത്യക്ഷനായി പറഞ്ഞു, രാജൻ, ദേവേന്ദ്രൻ തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിച്ച് നിന്നോട് ക്ഷമായാചന ചെയ്യാൻ വന്നിരിക്കുകയാണ്. നീ അവൻ്റെ തെറ്റിനെ ക്ഷമിക്കണം. സാധുക്കൾക്ക് ദ്രോഹബുദ്ധി പാടില്ല. ഭേദഭാവനയാലാണ് ദ്രോഹബുദ്ധി ഉണ്ടാകുന്നത്. തൻ്റെയും അന്യൻ്റെയും ശരീരത്തെ ഭരിക്കുന്നത് അന്തർയാമിയായ ഒരേ ആത്മാവാകുന്നു. എന്നിരിക്കെ അന്യശരീരത്തിൽ ചെയ്യുന്ന ദ്രോഹം തൻ്റെ ആത്മാവിൽ തന്നെ ചെയ്യുന്നതാവില്ലേ? ആലോചിച്ചു നോക്കുക. നിന്നെപ്പോലെയുള്ള വിവേകികളും കൂടി മോഹിച്ചു പോയാൽ ബഹുകാലം സാധുസേവ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? ജ്ഞാനിക്ക് ദേഹസംബന്ധമായ ഒന്നിലും മമതയില്ല. അതിനാൽ ഒരു പ്രാണിയിലും വൈരവുമില്ല. ശ്രദ്ധാപൂർവം നിഷ്കാമകർമ്മം ചെയ്യുമ്പോൾ ഈ ബോധമുണ്ടാകുന്നു. അന്ധകരണം ശുദ്ധമാകുന്നു. വിഷയാശ നശിക്കുന്നു. സത്യമായ ആത്മദർശനവും തന്മൂലം ശാന്തിയും ലഭിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനിൽ പ്രേമബദ്ധനായിരിക്കുക എന്നത് സ്വഭാവമായി തീരുന്നു. നീ സമഭാവനയോടും ഇന്ദ്രിയ ജയത്തോടും കൂടി ലോകരക്ഷയെ ചെയ്യുക. അതാണ് നിന്റെ സ്വധർമ്മം. അത് ശരിയായി ചെയ്താൽ പ്രജകളുടെ സുഹൃതത്തിലൊരംശം നിനക്കും കിട്ടും. അത് ചെയ്യാതെ കരം മാത്രം വാങ്ങിയാൽ നിന്റെ പുണ്യം പ്രജകൾ അപഹരിക്കും. നീ ധർമ്മിഷ്ഠനാകയാൽ നിനക്ക് എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കും. അധികം താമസിയാതെ യോഗീശ്വരന്മാരായ സനകാദികളെ നീ കാണും. അവർ നിനക്ക് ഞാനിപ്പോൾ സൂചിപ്പിച്ച മോക്ഷധർമ്മത്തെ വിസ്തരിച്ചുപദേശിക്കും. നീ നിന്റെ സ്വഭാവ ഗുണങ്ങളാൽ എന്നെ വശീകരിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളുക. ചക്രവർത്തി ഭഗവതാജ്ഞയെ ശിരസാ വഹിച്ചു. ദേവേന്ദ്രൻ ലജ്ജാവിനയങ്ങളോടുകൂടി പൃഥുവിൻ്റെ പാദങ്ങളെ പ്രേമപൂർവ്വം സ്പർശിച്ചു. പൃഥു ഇന്ദ്രനെ ആലിംഗനം ചെയ്ത് മുമ്പുണ്ടായിരുന്ന മത്സരബുദ്ധിയെ പാടെ ഉപേക്ഷിച്ചു. അനന്തരം പ്രതീക്ഷണം വർദ്ധിച്ചു വന്ന പ്രേമഭാവത്തോടുകൂടി ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ വീണ് നമസ്കരിച്ചു. കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞിട്ട് പ്രിയ ഭഗവാനെ നേരെ നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഗദ്ഗദകണ്ഠനായിട്ട് എന്തെങ്കിലും പറയുവാനും കഴിഞ്ഞില്ല. തന്നെ അനുഗ്രഹപൂർവ്വം കടാക്ഷിച്ചു നിൽക്കുന്ന പ്രിയനാഥനെ ഹൃദയത്താൽ ആലിംഗനം ചെയ്തു. കണ്ണുകളെ തുടച്ചിട്ട് വികാരങ്ങളെ ബലമായി അടക്കിക്കൊണ്ട് പുരുഷോത്തമനെ നോക്കി നിന്നു. എത്ര നോക്കിയിട്ടും തൃപ്തി വരുന്നില്ല. സാവധാനമായി പ്രാർത്ഥിച്ചു, ഹേ പ്രഭോ, നിന്തിരുവടി സ്വയം എഴുന്നള്ളി ഇവന് ദർശനം തന്നുവല്ലോ. അഹോ കാരുണ്യം, അതിശയം! അല്പമെങ്കിലും അറിവുള്ളവർ അവിടത്തോട് വിഷയബുദ്ധികരങ്ങളായ വിവരങ്ങളെ വരിക്കുകയില്ല. ഞാനാവട്ടെ മോക്ഷത്തെ പോലും കാക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു പ്രാർത്ഥനയുണ്ട്. മഹാത്മാക്കളുടെ മുഖത്തു നിന്നും നിരന്തരമൊഴുകുന്ന അവിടുത്തെ കഥാമൃതം എത്ര ആസ്വദിച്ചിട്ടും തൃപ്തി വരുന്നില്ല. എനിക്ക് മതിയാവോളം കഥാമൃതപാനം ചെയ്യാനായി ഒരു 10,000 ചെവികളെ തന്ന് അനുഗ്രഹിച്ചാലും. മഹാത്മാക്കൾ പ്രേമത്തോടുകൂടി കീർത്തിക്കുന്നതിൻ്റെ കാറ്റേറ്റാൽ മതി. എന്നെപ്പോലെയുള്ള വിഷയികൾക്ക് കൂടി സത്യബോധമുണ്ടാകും. കാരണം നിന്തിരുവടിയെ മംഗളലീലകളെ യദൃശ്ചിയ ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നുന്നതല്ലാതെ കേട്ടത് മതിയെന്നാരും വിചാരിക്കുകയില്ല. കൃതകൃത്യരായ ജീവവിമുക്തന്മാരും സാക്ഷാൽ ലക്ഷ്മി ദേവിയും നിന്തിരുവടിയെ എപ്പോഴും സേവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ പോലെ എനിക്കും എപ്പോഴും പ്രഭുവചനം ചെയ്ത് കൊണ്ടിരിക്കണമെന്ന് മോഹം തോന്നുന്നു. സർവേശ്വര, വരം വരിച്ചു കൊള്ളുവാൻ കൽപ്പിച്ചുവല്ലോ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പുത്രവത്സനായ പിതാവിനെ പോലെ നിന്തിരുവടി എനിക്ക് ഹിതമായതേതോ അതിനെ ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. പൃഥുവിൻ്റെ നിഷ്കപടമായ വാക്കുകൾ ലോകനാഥനെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ അരുളി ചെയ്തു, നിനക്ക് എന്നിൽ ഭക്തി നിരന്തരം അഭിവൃദ്ധിപ്പെടട്ടെ. നീ വിഷയങ്ങളെ കൈവടിഞ്ഞ് എന്നിൽ മനസ്സിനെ ഉറപ്പിച്ചത് ശോഭനമായി. നിന്നെ സ്വധർമ്മമായ പ്രജാപാലനത്തെ സമഭാവനയോടുകൂടി ചെയ്യുക. നീ എൻ്റെ മായയെ തരണം ചെയ്തിരിക്കുന്നു. ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് അച്യുതൻ ആ രാജർഷിയെ മനസ്സിനെയും അപഹരിച്ചുകൊണ്ട് മറിഞ്ഞു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് പൃഥു പ്രജകൾക്ക് ഭാഗവതധർമ്മം ഉപദേശിക്കുന്നതാണ്. കേൾക്കാൻ മറക്കരുതേ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.